ഇവിടെ നല്ല മഴയാണ് ഗൈസ്. നല്ല പച്ച മത്തി കിട്ടി, സുന്ദരമത്തി. നല്ല സുന്ദരനാണ് ഗൈസ്. നല്ല പച്ച മത്തിയാണ്. പച്ച മത്തി കറി വെച്ച് കഴിച്ചാൽ വല്ലാത്തൊരു ടേസ്റ്റാണ്. കോടംപുളി ഇട്ടൊക്കെയാണ് നമ്മൾ കറി വെക്കുന്നത്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് മത്തി മേടിക്കാൻ പോയത്. പിന്നെ ഇങ്ങോട്ട് വന്ന് ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചു, കടുകറ എല്ലാം സെറ്റാക്കി മുളക്, മല്ലിപ്പൊടി, കുരുമുളക് എല്ലാം ചേർത്ത് മത്തിക്കറിയെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ആ സമയത്ത് കുറച്ച് മഴ കാഴ്ചകളൊക്കെ കണ്ടുവരുന്നില്ല, ഭയങ്കര മഴ. പിന്നെ മത്തിക്കെല്ലാം നല്ല മുട്ടയുള്ള മത്തി കേട്ടോ, മുട്ടയുള്ള മത്തിയാണ്. ഇവിടെ ഞങ്ങൾ മത്തിയുടെ മുട്ടയ്ക്ക്, ഏത് മീൻ്റെ ആണെങ്കിലും മുട്ടയ്ക്ക് പരിഞ്ഞിൽ എന്നാണ് പറയുന്നത്. പരിഞ്ഞിൽ നിങ്ങളുടെ അടുത്തൊക്കെ എന്തുവാണ് പറയുന്നത് കമൻറ്റ് ഇട്ടേക്കണേ ഗൈസ്. അങ്ങനെ മീൻ കറി റെഡിയായി. പിന്നെ അതിൽ 2-3 മത്തി എടുത്ത് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ട് മത്തി അങ്ങനെ വറുത്തെടുത്തു. അതിനുശേഷം പരിഞ്ഞിലുള്ള ഇവിടെ പരിഞ്ഞിലെടുത്തപ്പോഴേ വീട്ടിൽ പിള്ളേർക്കിട്ട് കാണാൻ തുടങ്ങി. കാരണം പരിഞ്ഞിലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുട്ട വറുക്കുന്ന പോലെ കുരുമുളക് പൊടി എല്ലാം ഇട്ട് ആദ്യം മസാലയൊക്കെ ചേർത്ത് ഞെരടിയത് അങ്ങ് ചേർക്കണം. ഇതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് ചേർക്കണം. ഒരുമിച്ച് ചേർത്ത് കൂട്ടിയിട്ട് കുറച്ച് നേരം മസാല പിടിക്കാനാണ് വെച്ചേക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ അതിലോട്ട് നമ്മുടെ തേങ്ങാപ്പീര അങ്ങോട്ട് ചേർക്കുക. തിരുമ്മി അങ്ങോട്ട് ചേർത്ത് അത് നല്ലപോലെ ഞെരടി പിടിച്ച് വെക്കണം. മസാലകളെല്ലാം സെറ്റാക്കി ഇത്തിരി വേപ്പിലയും കിട്ടും. എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം അത് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കാണ് കേട്ടോ. ചട്ടി അടുപ്പിലിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി മുട്ട വറുക്കുന്ന പോലെ ഇങ്ങോട്ട് വറുത്തെടുക്കണം. പറയുന്ന പോലുള്ള കേസ് ഇത് കാണുന്ന പോലെയല്ല, ഒട്ടുക്കത്ത ടേസ്റ്റാണ്, ഒട്ടുക്കത്ത ടേസ്റ്റ്. ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ കുരുമുളക് പൊടിയെല്ലാം മുകളിലൊക്കെ വിതറി കുറച്ച് നേരം 10 മിനിറ്റ് കുറഞ്ഞിട്ട് വറുത്ത് വന്നപ്പോഴത്തേക്കും മഴയല്ല പോയി ഗൈസ്. പോയെന്നല്ല, ചെറുതായിട്ട് തോർന്നു. പക്ഷെ നല്ല മഴക്കോളുണ്ട്. ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റാണ് ഇന്ന് കേട്ടോ. നമുക്ക് കൊതി വരും, എത്ര കഴിച്ചാലും കൊതി വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് കഴിച്ചാൽ പിന്നെ നമുക്കിതിഷ്ടം തോന്നും. ആണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരാൾ വായി നോക്കി ഇരിക്കുമായിരുന്നു, എൻ്റെ കുഞ്ഞാപ്പി. അതേ പിച്ചി പറിച്ച് അവൻ്റെ അടുത്ത് തിന്നു ഗൈസ്. പിന്നെ ഞാൻ ഇച്ചിരി കപ്പ മേടിച്ചിരുന്നു. കപ്പ മത്തിക്കറി വല്ലാത്തൊരു കോമ്പിനേഷനല്ലേ. കപ്പ, മഴ, മത്തിക്കറി. അങ്ങനെ കുക്കറിലിട്ട് 3 വിസിൽ, അപ്പോഴേക്കും കപ്പ റെഡി, വെന്തു. പിന്നെ കപ്പയും മത്തിക്കറിയും പരിഞ്ഞിൽ മീൻ വറുത്തത്, മീൻ കറി എല്ലാം കൂടെ സെറ്റാക്കി ഞങ്ങൾ കഴിച്ചു ഗൈസ്.